അപ്പം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ, അതായത് ചോറ് വിളമ്പുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കറി തയ്യാറാക്കിയാലോ. ഇതാ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന തൈരും വെച്ചിട്ടാട്ടോ. തൈരും വെച്ച് പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറി റെഡിയാക്കി എടുക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് തൈര് എടുത്തിട്ടുണ്ട്. നമ്മുടെ കറി പെട്ടെന്ന് തന്നെ തൈര് വെച്ച് തയ്യാറാക്കുന്ന ഒരു ഡിഷാണ്. പിന്നെ നമ്മളിവിടെ കായത്തിന് പൊടിയല്ല കേട്ടോ, കട്ടയാണ്. പിന്നെ ആവശ്യത്തിന് പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പ് മാത്രം മതി ഈ കറി തയ്യാറാക്കാനേ. ഇനി നമ്മൾ എടുത്ത പച്ചമുളകിനകത്തേക്ക് അത് നടുവേ ഇങ്ങനെ കീറിയിട്ട് ഈ ഉപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് പൊടിയുപ്പോ കല്ലുപ്പോ എടുക്കാം കേട്ടോ. നമ്മളിവിടെ പൊടിയുപ്പാണ് എടുത്തേക്കുന്നത്. നടുവേ കീറി ആ പച്ചമുളക് ഫുള്ളും നമ്മുടെ ഉപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഉപ്പ് ഫില്ല് ചെയ്യുമ്പോൾ കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തേക്കുന്ന ഫുള്ള് പച്ചമുളകിൽ നമുക്ക് ഉപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇത്ര എളുപ്പത്തിൽ വേറൊരു കറി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോറ് വിളമ്പുന്ന സമയത്ത് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ നമ്മൾ എടുത്ത പച്ചമുളകിലെല്ലാം ഉപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണേ. നല്ല രീതിയിൽ അത് ഫ്രൈ ആവണം കേട്ടോ, എന്നാൽ കരിഞ്ഞു പോവാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളകെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം, അതായത് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കായം കൂടി എടുത്ത് കൊടുക്കണേ. നമ്മളിവിടെ കായപ്പൊടിയല്ല, കായക്കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കായപ്പൊടി വേണേലും യൂസ് ചെയ്യാവുന്ന കേട്ടോ. അതും കൂടി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തൈരിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന പച്ചമുളകും കായവും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ആ തൈരിലേക്ക് ആ മഞ്ഞൾപ്പൊടിയും എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് ഫില്ലാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര എളുപ്പത്തിൽ വേറൊരു കറിയില്ലല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ കറിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണേ.